ഫ്രണ്ട്സ്, ISROയുടെ ഒരു റിസർച്ച് യൂണിറ്റുള്ള സ്പേസ് ആപ്ലിക്കേഷൻ സെന്ററിന്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പെർമനന്റ് വാക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞവർക്കും അതുപോലെ തന്നെ MSc ഒക്കെ കഴിഞ്ഞവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. PhD കഴിഞ്ഞവർക്കുള്ള വാക്കൻസി ഇതിലേക്കുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയ ഡീറ്റെയിൽ ആയുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഡെയിലി ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ജോയിൻ ബട്ടൺ ഉണ്ട്. ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ടാവും. നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കാണാൻ പറ്റും. അതുമാത്രമല്ല നിങ്ങൾക്ക് കസ്റ്റം ഇമോജീസും മറ്റേ യൂട്യൂബിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ട്. നിങ്ങൾ എന്താണ് കമൻസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക, അങ്ങനെയുള്ള കുറേ ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെ താല്പര്യമുണ്ട് നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് നേരെ എന്ത് ചെയ്യാം, നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇവിടെ കണക്ക് 23 ജനുവരിയിലാണ് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 23 മുതൽ ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് ഫെബ്രുവരി 12 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് ഗ്രൂപ്പ് നമുക്ക് ഓരോ പോസ്റ്റ് വൈസ് നോക്കാം. ഇതിലിപ്പോൾ ഗ്രൂപ്പ് എ സയൻറ്റിസ്റ്റ് ഓർ എഞ്ചിനീയർ എന്ന SD പേ ലെവൽ 11 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് എ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ളത് RF ആൻഡ് മൈക്രോവേവ് ഡിസിപ്ലിനിലേക്ക്. നിങ്ങൾക്കിവിടെ ഡിസിപ്ലിനാണ്, ഇത് പോസ്റ്റ് കോഡാണ് കേട്ടോ. ഫസ്റ്റ് കോളത്തിൽ വന്നിരിക്കുന്ന പോസ്റ്റ് കോഡാണ് നമ്പർ 1. അല്ലെങ്കിൽ 2 വാക്കൻസി ജനറലാണ്. ഇപ്പോൾ ജനറൽ എന്ന് കണ്ടാൽ നിങ്ങൾക്ക് SC OBC ഏത് കാറ്റഗറി ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ ഇതിൽ PhD വേണം. RF ആൻഡ് മൈക്രോവേവിലുള്ള PhD ആണ് ഇതിൽ വേണ്ടത്. പിന്നെ ഇവിടെ പ്രീ റിക്വസിറ്റ് ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. PhDൻ്റെ മുൻപ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ നോക്കാം. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ PhD ഒക്കെ കഴിഞ്ഞവർ കാണുന്നുണ്ടോ എന്നറിയില്ല. അതുകൊണ്ട് നമ്മൾ കൂടുതൽ അവിടെ എഫേർട്ട് ഇടുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ചോദിക്കാം. ഇനി അങ്ങനെ കാണുന്ന PhD കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനൽ അങ്ങനെ വീഡിയോസ് അങ്ങനെയുള്ളവരൊക്കെ കാണുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരുടെ ഏജ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 18-35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് BE or BTech അല്ലെങ്കിൽ MSc കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളുടെ വേക്കൻസിയിലേക്കാണ് നമ്മൾ നോക്കുന്നത്. ഇതും ഗ്രൂപ്പ് A കാറ്റഗറിയിലുള്ള പോസ്റ്റാണ്. ഇവിടെ നിങ്ങൾക്കാണ് സയൻറ്റിസ്റ്റ് ഓർ എഞ്ചിനീയർ SC പേ ലെവൽ 10 ആണ് വരുന്നത്. മറ്റേത് SD ആണ് വരിക കേട്ടോ. PhD കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യുന്ന SD ആണ് വരിക. അതുകൊണ്ട് SC ആണ് വരുന്നത്. സയൻറ്റിസ്റ്റ് ഓർ എഞ്ചിനീയർ പേ ലെവൽ 10 ആണ്. നല്ല പോസ്റ്റ് ആണ് നമുക്ക്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആദ്യത്തെ ഇലക്ട്രോണിക്സ് പോസ്റ്റ് കോഡ് ഇവിടെ നോക്കട്ടോ. പോസ്റ്റ് കോഡ് 4 ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ ഇതിലേക്ക് 3 വാക്കൻസി ജനറൽ ആണ്. അപ്പോൾ ഇതിലേക്ക് റിസർവേഷനോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് കാറ്റഗറിക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിലൊരു വാക്കൻസി തന്നെ നമുക്ക് VSSC നമ്മുടെ തിരുവനന്തപുരം അവിടേക്കാണ് എന്നുള്ളതാണ്. ഈ 3-ൽ 1 നമുക്ക് അവിടെ ഫില്ല് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ വേണ്ടത് ME അല്ലെങ്കിൽ MTech ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ഏതാണ് സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് RF എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ മൈക്രോവേവ് എഞ്ചിനീയറിംഗിലോ റഡാർ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലോ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലോ ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള സ്പെഷ്യലൈസേഷനോട് കൂടി നിങ്ങൾക്ക് ME or MTech 60% മാർക്കോട് കൂടി നിങ്ങൾക്ക് പാസ് ആണെങ്കിൽ അങ്ങനെയുള്ള ഫ്രഷേഴ്സ് ആയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ CGPA അല്ലെങ്കിൽ CPI ഗ്രേഡ് പോയിന്റ് ആവറേജ് ഒക്കെയാണ് കാണിക്കുന്നതെങ്കിൽ ഔട്ട് 10 പോയിന്റ് സ്കെയിലാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം 6.5 ഉണ്ടായാൽ മതി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതാണ് നിങ്ങളുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ. ഇവിടെ ലാസ്റ്റ് കോളത്തിൽ നമുക്ക് ഈ പറയുന്ന പ്രീ റിക്വസിറ്റ് ആണ്. അതായത് നിങ്ങൾക്ക് മുൻപ് ME or MTech നിങ്ങൾ ചെയ്യുന്നതിന് മുൻപ് ഉണ്ടാകേണ്ട ക്വാളിഫിക്കേഷൻ ആണ്. ഇത് നിങ്ങൾ മീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതായത് BE or BTech നിങ്ങൾ ഈ പറയുന്ന ഡിസിപ്ലിനിലായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ ഇതാ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇക്വലൻ്റ് 65% മാർക്കോട് കൂടി നിങ്ങളുടെ ഗ്രാജുവേഷൻ BE or BTech നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനിൽ കഴിഞ്ഞവരായിരിക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ME or MTech പൂർത്തിയാക്കിയവർക്കാണ് ഇതിലേക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റട്ടോ. അപ്പോൾ ഈ 2 കോളം നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കണം. ഓക്കെ, ഇനി അടുത്തത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇതിൽ 10 വേക്കൻസി ജനറൽ ആണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ 3 എണ്ണം ഇവിടെ VSSCയിലേക്കാണ് കേട്ടോ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ME or MTech ആണ് പറയുന്നത്. ഈ പറയുന്ന മൈക്രോ ഇലക്ട്രോണിക്സ് നിങ്ങൾക്കാണ് VLSI ഡിസൈൻ അല്ലെങ്കിൽ എംബഡഡ് സിസ്റ്റം, അതുപോലെ VLSI ആൻഡ് എംബഡഡ് സിസ്റ്റംസ്, ഇൻ്റഗ്രേറ്റർ സർക്യൂട്ട്സ് ആൻഡ് സിസ്റ്റംസ്, സെമി കണ്ടക്ടർ ടെക്നോളജീസ് അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയുള്ള ഡിസിപ്ലിൻ ME or MTech 60% മാർക്കോട് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ CGP ആണെങ്കിൽ 6.5 ഔട്ട് ഓഫ് 10 ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതിന് പ്രീ റിക്വസൈറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. മുൻപ് ഉണ്ടായിരിക്കേണ്ട ആ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BE or BTech ഏതൊക്കെ ഡിസിപ്ലിൻ ഞാൻ റീഡ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതിന് ഇക്വലൻ്റ് ആയുള്ള ഡിസിപ്ലിനിലായിരിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്തത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഒരു വേക്കൻസി ജനറൽ ആണ്. ഇവിടെ ME or MTech ആണ്. ഇവിടെ വയർലെസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയുള്ള ക്വാളിഫിക്കേഷൻ 60% മാർക്കോട് ME or MTech ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ BTech BE അല്ലെങ്കിൽ BTech എന്തായിരിക്കണം പഠിച്ചിരിക്കുന്നത് വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചെക്ക് ചെയ്യണം നിങ്ങൾ കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് പോസ്റ്റ് കോഡ് 7 ആണ്. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണ്. ഇതിലേക്ക് 7 വേക്കൻസി ഉണ്ട്. ഇതിലേക്ക് എനിക്ക് ME or MTech എന്നാണ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ AI and ML, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ വിഷൻ അല്ലെങ്കിൽ ഡാറ്റാ സയൻസ് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി
അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഈ പറയുന്ന ഏതെങ്കിലും ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് ME or MTech 60% മാർക്കോടുണ്ട് പാസ്സാനൊക്കെ അപ്ലൈ ചെയ്യാം. പ്ലസ് നിങ്ങൾക്ക് എന്താണ് BE or BTech നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗോ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗോ ഇതിലേതെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. നിങ്ങളുടെ ഡിഗ്രി ലെവലിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ലെവലിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിൻ അതുമായി ബന്ധപ്പെട്ടായിരിക്കണം നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഇനി അടുത്തത് 8 ഇതും കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ഇത് നമുക്ക് വേറെ എന്താണ് ഇതിൻ്റെ ഏജൻസി മാറും കേട്ടോ. അതായത് ഓട്ടോണമസ് ബോഡിയാണ് ഈ പറയുന്ന NESAC എന്ന് പറയും, അതായത് NESAC. ഓക്കെ, ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിനുള്ള മറ്റൊരു ഓട്ടോണമസ് ബോഡിയാണ്. അപ്പോൾ അതിലേക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള വേക്കൻസിയാണ് കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ മുകളിലും കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, ഇതിലേക്കും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് സെപ്പറേറ്റ് ആയിട്ടൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി രണ്ടിലേക്കും അപ്ലൈ ചെയ്യാം. ഇനി ഇവിടെ ME or MTech നിങ്ങൾ ഈ പറയുന്ന കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഇതിൽ ME or MTech 60% മാർക്ക് പാസ്സാർക്ക് അപ്ലൈ ചെയ്യാം. BE or BTech നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡിസിപ്ലിനിലായിരിക്കണം എന്നുള്ളതാണ്. 60% മാർക്ക് വേണം. ഇനി ഇവിടെ പവർ ഇലക്ട്രോണിക്സിൽ 4 വേക്കൻസി ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ME or MTech പവർ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ പവർ സിസ്റ്റം എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഡ്രൈവ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പവർ കൺട്രോൾ ഡ്രൈവ്സ് അല്ലെങ്കിൽ പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ ഡ്രൈവ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഡിസിപ്ലിനിൽ ME or MTech 60% മാർക്കോട് പാസ്സാണെങ്കിൽ അപ്ലൈ ചെയ്യാം. BE or BTech ഞാൻ റീഡ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമോ. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ BE or BTech ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഇനി അടുത്ത 10 പോസ്റ്റ് കോഡ് അപ്ലൈഡ് ഓപ്റ്റിക്സ് അല്ലെങ്കിൽ ഓപ്റ്റിക്കൽ എഞ്ചിനീയറിംഗ് ആണ് വരുന്നത്. ഒരു വേക്കൻസിയാണ്, ജനറൽ ആണ്. അപ്പോൾ ഇതിലേക്ക് ME or MTech ആണ്. അപ്ലൈഡ് ഒപ്റ്റിക്സിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഒപ്റ്റിക്സ് ആൻഡ് ഫോട്ടോണിക്സിലോ അല്ലെങ്കിൽ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റോ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയുള്ള ഡിസിപ്ലിനിൽ ME or MTech 60% മാർക്കോട് പാസ്സാർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾ BE or BTech പഠിച്ചിരിക്കണം. ഈ പറയുന്ന ഡിസിപ്ലിനിൽ അപ്ലൈഡ് ഒപ്റ്റിക്സ് അല്ലെങ്കിൽ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റോ ഇലക്ട്രോണിക് ഞാൻ റീഡ് ചെയ്യുന്നില്ല. ഇനി BE or BTech തന്നെ വേണമെന്നില്ല. MSc ഫിസിക്സ് നിങ്ങൾ കഴിഞ്ഞവരാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ME or MTech കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി ഇവിടെ സിവിൽ എഞ്ചിനീയറിംഗ് പോസ്റ്റ് കോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അല്ലെങ്കിൽ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഹൈഡ്രോളജി ആണ്. ഒരു വേക്കൻസി ജനറൽ ആണ്. ഇതിലേക്ക് ME or MTech ആണ്. സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഹൈഡ്രോളജി ആണെങ്കിൽ ഇത് സ്പെഷ്യലൈസേഷൻ വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സോയിൽ ആൻഡ് വാട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സർഫസ് ഗ്രൗണ്ട് വാട്ടർ ഹൈഡ്രോളജി അതല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയ ഡിസിപ്ലിനിൽ നിങ്ങൾ ME or MTech കഴിഞ്ഞിട്ടാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ BE or BTech ഈ പറയുന്ന സബ്ജക്റ്റിലായിരിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്തത് 12 അഗ്രികൾച്ചർ ആണ്. 6 വേക്കൻസി ആണ്. ഇതിൽ നിങ്ങൾക്ക് 5 വേക്കൻസി നിങ്ങൾക്കിവിടെ കാണാം. ഔട്ട് ഓഫ് 5 വേക്കൻസീസ് NRSCയിലേക്കാണ് കേട്ടോ. അതിൽ നിങ്ങൾക്ക് MSc ആണ് വേണ്ടത്. അഗ്രോണമി അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഫിസിക്സ് അഗ്രികൾച്ചർ മെറ്റിയോളജി അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ഡിസിപ്ലിനിൽ മാസ്റ്റർ ഓഫ് സയൻസ് നിങ്ങൾ കഴിഞ്ഞവരാണെങ്കിൽ 65% മാർക്കോട് കൂടി കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങളുടെ BSc ലെവൽ നിങ്ങൾ എന്തായിരിക്കണം എന്ന് വെച്ചാൽ അഗ്രികൾച്ചർ സയൻസോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ഡിസിപ്ലിനോ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. 60% മാർക്ക് വരെ ഉണ്ടായിരിക്കണം. ദെൻ അടുത്തത് 13 സയൻറ്റിസ്റ്റ് ഓർ മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് മാത്തമാറ്റിക്സ് ഒരു വേക്കൻസിയാണ്. ഇതിൽ നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സിലോ അല്ലെങ്കിൽ അപ്ലൈഡ് മാത്തമാറ്റിക്സിലോ അതിന് ഇക്വലൻ്റ് ആയ ഡിസിപ്ലിനിലോ MSc 100% പാസ്സായിരിക്കുന്നതാണ്. BSc ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ലെവലിൽ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഇക്വലൻ്റ് ഡിസിപ്ലിനുകൾ 60% മാർക്കോട് പാസ്സായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ BSc + MSc വേണം ഈ പറഞ്ഞ രീതിയിൽ കേട്ടോ. ഇനി ഫിസിക്കൽ ഓഷ്യനോഗ്രഫി ആണ്. നിങ്ങൾക്ക് 14 പോസ്റ്റ് കോഡ്, ഒരു വേക്കൻസി ആണ്. ഇതിലേക്ക് MSc ഫിസിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഫിസിക്കൽ ഓഷ്യനോഗ്രഫി അല്ലെങ്കിൽ ഓഷ്യാനിക് സയൻസ് അല്ലെങ്കിൽ ഓഷ്യൻ ആൻഡ് അറ്റ്മോസ്ഫിയറിക് സയൻസസ് അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ഡിസിപ്ലിനിൽ MSc കഴിഞ്ഞവർക്ക് 60% അപ്ലൈ ചെയ്യാം. BSc നിങ്ങൾ എന്ത് കഴിഞ്ഞിരിക്കണം വെച്ചാൽ ഫിസിക്സോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സോ കെമിസ്ട്രിയോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടോ നിങ്ങൾ 60% മാർക്കോട് പാസ്സായിരിക്കണം എന്നുള്ളതാണ്. ഇനി മറൈൻ പോസ്റ്റ് കോഡ് മറൈൻ ബയോളജി അല്ലെങ്കിൽ മറൈൻ സയൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഈ പറയുന്ന BSc കഴിഞ്ഞവർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റും? ഒരിക്കലും പറ്റൂല കേട്ടോ. നമുക്ക് ഈ പറയുന്ന രീതിയിൽ BSc കഴിഞ്ഞിരിക്കണം പ്ലസ് എന്താണ് ഈ പറഞ്ഞ രീതിയിൽ MSc കഴിഞ്ഞിരിക്കണം. അങ്ങനെ അവർക്ക് മാത്രം അപ്ലൈ പറ്റും. ഇപ്പോൾ BE BTech ആണെങ്കിൽ BE or BTech മാത്രം വെച്ച് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ BE or BTech കഴിഞ്ഞിരിക്കണം പ്ലസ് എന്താണ് ME or MTech കഴിഞ്ഞിരിക്കണം. ഒരു വേക്കൻസി ജനറൽ ആണ്. ഇതിലേക്ക് MSc മറൈൻ ബയോളജി അല്ലെങ്കിൽ മറൈൻ ബയോളജി ആൻഡ് ഓഷ്യനോഗ്രഫി അല്ലെങ്കിൽ മറൈൻ ബയോളജി ആൻഡ് ഫിഷറീസ് അല്ലെങ്കിൽ ഫിഷറി സയൻസ് അല്ലെങ്കിൽ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. അതിന് ഇക്വലൻ്റ് ഡിസിപ്ലിൻ 60% മാർക്കോട് പാസ്സാർക്ക് അപ്ലൈ ചെയ്യാം. ഇനി BSc നിങ്ങൾക്ക് ബാച്ചലർ ഓഫ് സയൻസ് ആയിരിക്കണം എന്നുള്ളതാണ്. 60% മാർക്കോടുകൂടി. അവിടെ ഡിസിപ്ലിൻ പ്രത്യേകം പറയുന്നൊന്നുമില്ല, ജസ്റ്റ് BSc നിങ്ങൾ കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അത് ഇനി ഡിസിപ്ലിൻ ആകാം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ആ കണ്ടീഷന്. ഇനി അടുത്തത് അറ്റ്മോസ്ഫിയറിക് സയൻസ് ആൻഡ് ഓഷ്യനോഗ്രഫി ആണ്. 8 വേക്കൻസി ആണ്. ഇതിൽ നിങ്ങൾക്ക് 5 വേക്കൻസി NRSCയിലേക്കാണ് കേട്ടോ. ഇതിൽ MSc ഫിസിക്സ് അതല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് സയൻസ് മെറ്റിയോളജി ആൻഡ് റിലേറ്റഡ് സ്പെഷ്യലൈസേഷൻ ആയിരിക്കണം. അതല്ലെങ്കിൽ ഫിസിക്കൽ ഓഷ്യനോഗ്രഫി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇക്വലൻ്റ് 65% മാർക്കോടുകൂടി
പാചകർക്ക് അപ്ലൈ ചെയ്യാം. ഇനി BSc നിങ്ങൾ ഫിസിക്സ്, മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയുള്ള ഡിസിപ്ലിനിൽ പഠിച്ചിരിക്കണം. 60% മാർക്കും വേണം. ഇത്രയാണ് വേക്കൻസി കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. വളരെ ലിമിറ്റഡ് വേക്കൻസിയാണ്. അധികം ജനറലാണ് വിളിച്ചിരിക്കുന്നത്. റിസർവ് വേക്കൻസിയൊന്നും നിലവിലില്ല. ഇനി ഇതിൽ നിങ്ങൾക്ക് പേ ലെവലും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പേ ലെവൽ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. 10 ആണല്ലോ, 56,100 മുതൽ 1,75,500 അപ്പോൾ അത്യാവശ്യം നല്ല സ്കെയിലാണിത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കാം. അപ്പോൾ പോസ്റ്റ് കോഡ് 4 to 11. ഞാനിവിടെ പോസ്റ്റ് കോഡ് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് സീരിയൽ നമ്പർ അല്ല, ഇത് പോസ്റ്റ് കോഡാണ്. ഈ സൈഡിൽ ഫസ്റ്റ് കോളത്തിലുള്ള ഒക്കെ പോസ്റ്റ് കോഡാണ്. അപ്പോൾ നിങ്ങളത് നോക്കിയാൽ മതി. പോസ്റ്റ് കോഡ് 0 to 11 വരെയുള്ള ME or MTech ആണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എങ്കിൽ 18 to 30 ആണ്. 12/2/2026 കണക്കാക്കി നിങ്ങൾക്ക് 18 to 30 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് പോസ്റ്റ് കോഡ് 12 to 16, അതായത് MSc ബേസ് ആയിട്ടുള്ള വേക്കൻസി ഉണ്ടല്ലോ, MSc വെച്ച് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് 18 to 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ 12/2/2026 കണക്കാക്കിയിട്ട്. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഏജ് റിലാക്സേഷന് ഈ പറയുന്ന PWD കാൻഡിഡേറ്റ്, അതായത് ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എന്താണ് ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികൾക്ക് എന്തുണ്ട് ഏജ് റിലാക്സേഷൻ കാര്യങ്ങളുണ്ടായിരിക്കും കേട്ടോ. ബാക്കിയുള്ള റിസർവ്ഡ് വാക്കൻസി ഇല്ലാത്തതുകൊണ്ട് SC/ST OBC ഒന്നും ഇല്ല. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് നമ്മൾ പറഞ്ഞാണ്. ഇനി ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം, ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യണം ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ. നമ്മൾ ഒന്ന് പാസ്പോർട്ട്സ് റീസെൻ്റ് ആയുള്ള 6 മാസത്തിലുള്ള ഫോട്ടോഗ്രാഫ് 1 MB കൂടാൻ പാടില്ല. അതിൻ്റെ ഡയമെൻഷൻ 500 പിക്സൽ വിഡ്ത്തും 500 പിക്സൽ ഹൈറ്റുള്ള ആ ഡയമെൻഷനിലായിരിക്കണം. സിഗ്നേച്ചർ അതുപോലെ 700 പിക്സൽ വിഡ്ത്തും 200 പിക്സൽ ആയിട്ടും വരുന്ന രീതിയിലായിരിക്കണം. അതുപോലെ തന്നെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനും ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ നിങ്ങളുടെ BA or BTech, അതുപോലെ തന്നെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ MA or MTech. ഇനി മറ്റേ MSc ആണെങ്കിൽ MSc, പിന്നെ BSc. ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണം. പിന്നെ വാലിഡ് ആയുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒക്കെ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് PWD ഒക്കെ ആണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്യണം. ഇനി അപേക്ഷാ ഫീസ് വരുന്നുണ്ട്, ഇതിൽ റീഫണ്ട് കിട്ടുന്ന രീതിയിലാണ്. അപ്പോൾ ഇനീഷ്യലി എല്ലാ ഉദ്യോഗാർത്ഥികളും നമുക്ക് പോസ്റ്റ് കോഡ് ഒന്നും അവിടെ നോക്കേണ്ട ആവശ്യമില്ല. 750 രൂപ നിങ്ങൾ എന്തെങ്കിലും ഇനീഷ്യലി എല്ലാവരും പേയ്മെൻറ്റ് ചെയ്യണം. അതായത് SC/ST ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും എല്ലാവരും നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. 750 രൂപ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. അത് നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞ് ഇതിൻ്റെ റിട്ടേൺ എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ SC/ST PWD അതുപോലെ എക്സ് സർവീസ്മാൻ അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ഫുൾ എമൗണ്ട് റീഫണ്ട് ലഭിക്കും. അതായത് 750 രൂപയും അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിക്കോളും, ഒക്കെ റീഫണ്ട് ആകും. ഓക്കെ. എന്നാൽ ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിലായിട്ടുള്ള ജനറൽ OBC EWS കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് 250 അവിടെ പിടിച്ചിട്ട് 500 രൂപ അവിടെ അവരുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ആകും. ഓക്കെ. അപ്പോൾ 750 രൂപ നമ്മൾ ഇനീഷ്യലി എല്ലാവരും പേ ചെയ്യണം. പക്ഷെ അവർക്ക് എക്സാം എഴുതി കഴിഞ്ഞാൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഫുൾ എമൗണ്ട് കിട്ടും, SC/ST കിട്ടും, PWD കിട്ടും, എക്സ് സർവീസ്മാനും കിട്ടും. ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 500 രൂപയായിരിക്കും അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് പ്രോപ്പറായിട്ട് കൊടുക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മറ്റു ഇൻസ്ട്രക്ഷനൊക്കെ നോക്കാം. ഇനി സെലക്ഷൻ പ്രോസസ്സ് റിട്ടൺ ടെസ്റ്റും പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും, 2 ഘട്ടമായിരിക്കും. റിട്ടൺ ടെസ്റ്റിൽ എന്തൊക്കെയാണ് വരിക, അതിൻ്റെ ഡ്യൂറേഷനും അതിൻ്റെ സ്കീമും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എനിക്ക് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ പാർട്ട് എയിൽ ഡിസിപ്ലിൻ റിലേറ്റഡ് ആണ്, മറ്റേത് പാർട്ട് B ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ എബിലിറ്റി ടെസ്റ്റ് ആണ്. ഓക്കെ. പാർട്ട് C ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാലും മനസ്സിലാവല്ലോ. ഇനി ഇവിടെ മറ്റു പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെ ക്രൈറ്റീരിയ കാര്യങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, എല്ലാം അതിൽ തന്നെ ഉണ്ട്. ഓക്കെ. പിന്നെ അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റിൽ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 23/1, ക്ലോസിംഗ് ഡേറ്റ് 12/2/2026. എഡ്യൂക്കേഷൻ ആണെങ്കിലും ഏജ് ആണെങ്കിലും എല്ലാം കണക്കാക്കുന്നതിൻ്റെ ആ ഡേറ്റ് കട്ട് ഓഫ് ഡേറ്റ് 12/2 വെച്ചിട്ടാണ് കേട്ടോ നിങ്ങൾ കൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ അവിടെ മനസ്സിലാക്കാം. ഓക്കെ. ഇപ്പോൾ ഇത് ബാക്കിയുള്ള ജനറൽ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ റീഡ് ചെയ്യാം. ഇനി എങ്ങനെ ഇതിലേക്ക് അപ്ലൈ ചെയ്യുക അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ തരാം. അതിനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യാവുന്ന ലിങ്ക് തരും, അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ISR SIC നിങ്ങളുടെ കാണാൻ പറ്റും. ആ റിക്രൂട്ട്മെൻറ്റ് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ ഏറ്റവും താഴോട്ട് വന്ന ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് പറഞ്ഞിട്ട് ഒരു ടേബിളൂടെ കൊടുത്തിട്ടുണ്ട്, കൂടെ കാണാം. ഇവിടെ നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ട് കാണാം, നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൂടെ കാണാൻ പറ്റും സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ എന്ന് പറയുന്നത് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നിലവിൽ വന്നതാ വേക്കൻസികളൊക്കെ നിങ്ങൾക്കിവിടെ ഇവിടെ എല്ലാ വേക്കൻസികളോടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നമ്മളിപ്പോൾ വീഡിയോയിൽ പറഞ്ഞ എല്ലാ വേക്കൻസികളോടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നോക്കാം. എന്നതിന് ശേഷം ഇതിൻ്റെ റൈറ്റ് സൈഡ് നിങ്ങൾ കാണുന്നുണ്ട് ലോഗിൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. ഈ ലോഗിന് നിങ്ങൾക്ക് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വരികയാണെങ്കിൽ ഇവിടെ കണ്ടോ നിങ്ങൾ ഈ ബ്ലൂ ബട്ടൻ്റെ ലോഗിൻ്റെ താഴെയായിട്ട് രജിസ്റ്റർ എന്ന പെൻ ഐക്കൺ കാണാം, അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ആദ്യം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ അടിക്കണം. ഓക്കെ. നമ്മൾ ഇതിൽ എന്ത് ചെയ്യണം, നമ്മുടെ പേര്, മെയിൽ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അടിച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ക്യാപ്ചർ കോഡ് അടിച്ച് നമ്മൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ എന്നുള്ള ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിങ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ താല്പര്യം താഴെ തന്നിരിക്കുന്ന നമ്പറിൽ, വീഡിയോയിൽ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് തന്നെ ചെയ്ത് പോകാവുന്നതാണ്. അപ്പം വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് പിന്നെ അപ്ലൈ ചെയ്ത് അങ്ങനെ പോകണം കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.